പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതി തുറന്നിടുമേ, എനിക്കായി വാതി തുറന്നിടുമേ. അടച്ചിടുമേ വാതിലടച്ചിടുമേ, വൈരിൻ വാതിലടച്ചിടുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 17-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ശത്രു അറിയാത്ത ഒരു വഴി തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പറയും, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന പകലാണത്. വിശ്വാസത്തോടെ നാം ചിന്തിച്ച ദൈവിക ചിന്ത എന്ന് പറയുന്നത് ശത്രു അറിയാത്ത ഒരു വഴി ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കുമെന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ ശ്രദ്ധിച്ചു നോക്കിയേ, മോശ പറയുന്ന ആ വാക്യം ഭയങ്കര ബലമുള്ള വാക്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യത്തിനകത്ത് താഴെ നോക്കിയേ. അതിന് മോശ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല. ഈ വചന പശ്ചാത്തലം കേൾക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മുമ്പിലും പിൻപിലും ഇനി വഴിയില്ലാത്ത അനുഭവമാണ്. ആ അനുഭവത്തിനകത്ത് ഒരു ഭക്തൻ ഉറച്ചു നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി യഹോവ ഇന്ന് ഇതുവരെയും കാണാത്തൊരു വഴി തുറക്കാൻ പോവുകയാണ്. ഉറച്ചു നിൽക്കാൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ തിരിച്ചറിയേണ്ടത് നമ്മുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. നിങ്ങളും ഞാനും ചിന്തിക്കുന്നത് പോലെ ഇനി പുറമെ ഒരു വഴിയില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കരുതുന്ന, അതിൻ്റെ മധ്യത്തിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറയാൻ തക്കവണ്ണം അത്ഭുത വഴി തുറന്നു തരികയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വായിച്ച വചന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ വല്ലാതെ ഭയപ്പെട്ട് അവർ മോശയോട് പിറുപിറുക്കുകയും യഹോവയോട് നിലവിളിക്കുകയും ചെയ്യുന്ന അനുഭവത്തിനകത്ത് മോശ അവരോട് പറയുകയാണ്, ഉറച്ചു നിൽക്കും, ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഈ വചന പശ്ചാത്തലത്തിനകത്ത് ഇതാ ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ടവർ വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുമ്പോൾ അവർ ഇതാ ചെങ്കടലിന്റെ മുമ്പിലേക്ക് വരികയാണ്. ആ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് പാളയം ഇറങ്ങുമ്പോൾ ശത്രു അവരെ പിന്തുടരുകയാണ്. ഫറവോനും കൂട്ടരും അവരെ പിന്തുടർന്ന് പിടിക്കുവാൻ നോക്കിയാണ്. ആ സമയത്ത് ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. എന്നാൽ അവർ ദേശത്തിൽ ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. ഈ പ്രഭാതത്തിലും ഇതേപോലെ ശത്രു നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാകാം. എല്ലാം അവസാനിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ആ കടഭാരം, ആ രോഗത്തിന്റെ അവസ്ഥ, ആ തലമുറയുടെ വിഷയം, അറിയാം, കുടുംബത്തിന്റെ അവസ്ഥ, ഇങ്ങനെ പലവിധ അവസ്ഥകൾ കാണിച്ചുകൊണ്ട് ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നതിൽ ഉറച്ചു വിശ്വസിച്ചോ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വചന പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലപൊക്കി നോക്കുകയാണ്. ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞു അവർ ഭയപ്പെട്ട് ദൈവത്തോടും മോശയോടും നിലവിളിക്കുന്ന അനുഭവമാണ്. അവിടെയാണ് ദൈവം അത്ഭുത വഴി തുറക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞെടുത്താണ് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിലെ വഴി തുറന്നു കൊടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. മോശ കടലിൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ
വേർപിരിഞ്ഞു. 22-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരും ദൈവത്തിന് നന്ദി പറയണം. കാരണം ഒരു വഴിയുമില്ല, എല്ലാ വഴിയും അടഞ്ഞു. ശത്രു അവരെ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് രാത്രിയിൽ മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ്. പ്രാർത്ഥിക്കുന്ന മോശ കടൽ മേലേക്ക് കൈ നീട്ടുമ്പോൾ ആ രാത്രിയിൽ ദൈവം ചലിക്കുകയാണ്. ഈ പകൽ മുഴുവൻ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിച്ചുള്ള പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. ഒന്നുകൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതുവരെയും നടക്കാത്ത വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഇതേപോലെ ഒരു ഭാഗം കൂടെ ഞാൻ വേഗത്തിൽ നിന്ന് തൊടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഇതാ യാക്കോബിനെ കൊന്നത് യഹൂദ ജനത്തിന് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ ഹെരോദാവ് പത്രോസിനെ പിടിച്ചിരിക്കുകയാണ്. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി ആ രാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. 6-ാമത്തെ വാക്യം, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, സഭ ഒരു വശത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹെരോദാവ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്, അടുത്ത ദിവസം ജനത്തിന്റെ മുമ്പിൽ ഇവനെ നിർത്തും. ഹെരോദാവ് ചിലത് ഉറപ്പിച്ചു വെച്ചേക്കുകയാണ്. കാരണം കാരാഗ്രഹം അതേപോലെ പൂട്ടി ഉറപ്പുവരുത്തിയിരിക്കുകയാണ്, പടയാളികളെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചോട്ട് പറയാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ശത്രു കാണാത്തൊരു വഴി ദൈവം തുറക്കും. വാഗ്ദത്തമുള്ളവന് വേണ്ടി ശത്രു അറിയാത്തൊരു വഴി ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. 7-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ഉടനെ കർത്താവിന്റെ ദൂതൻ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. നിങ്ങൾക്കിനി ഒരു വഴിയുമില്ല, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞാലും ദൈവദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ലോക്കുകളെ അഴിക്കുന്ന, പുത്തൻ വാതിലുകളെ തുറക്കുന്ന, ചില കുടുംബങ്ങളിൽ സന്തോഷം കൊണ്ടുവരാൻ കഴിയുന്ന ദൈവദൂതന്മാർ ഇന്ന് പകൽ ചലിക്കാൻ പോവുകയാണ്. ശത്രു കാണാത്ത ചില പുത്തൻ വഴികൾ, അറിയാം, മേജർ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുഴുവൻ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകളടച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ ചിന്തിച്ചതിനേക്കാൾ, ഞങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയൊരു വഴി ഇതാ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. കാരണം അങ്ങ് വിശ്വസ്തനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ തുറന്നു വരികയാണല്ലോ അപ്പ. എന്നെ കാണുന്ന ഓരോ മക്കളെയും പ്രഭാതത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ അവസാനിച്ചു, തീർന്നു എന്ന് പറഞ്ഞ ആ മേഖലകളിലെല്ലാം വലിയ വിടുതലുകളും വലിയ വാതിലുകളും തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്കറിയാവുന്ന ഒരാളിലേക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകുന്നത് പോലെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും. അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. അനേക സാക്ഷ്യങ്ങളും അനേക മെസ്സേജുകളും ഇതിൻ്റെ നടുവിലുണ്ട്. നിങ്ങൾക്കും ഇതിനകത്തേക്ക് പങ്കുചേരാം. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ഇപ്പോൾ തന്നെ പ്രയർ ലൈനിലേക്ക് വിളിച്ച് നിങ്ങൾ ആ സൂം ഐഡികൾ കളക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ പലയിടങ്ങളിൽ നമുക്ക് ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.